നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു സർക്കിൾ എങ്ങനെയാണ് ഭംഗിയായി എംബ്രോയിഡറി ചെയ്തെടുക്കുന്നത് എന്ന് കാണിക്കുന്ന ട്യൂട്ടോറിയലാണ് ഇന്നത്തെ വീഡിയോ. ഞാനിവിടെ 3 സർക്കിളുകൾ വരച്ചിട്ടുണ്ട്. ഈ 3 സർക്കിൾസും 3 രീതിയിലാണ് എംബ്രോയിഡറി ചെയ്തെടുക്കുന്നത്. ആദ്യം റണ്ണിങ് സ്റ്റിച്ചിലൊന്ന് ഔട്ട്ലൈൻ ചെയ്യാം. അതിനായിട്ട് ഞാൻ റണ്ണിങ് സ്റ്റിച്ച് സെലക്ട് ചെയ്തിട്ടുണ്ട്. റണ്ണിങ് സ്റ്റിച്ചിൽ ഔട്ട്ലൈൻ ചെയ്യുന്ന അത്ര അത്യാവശ്യമായ കാര്യമൊന്നുമല്ല. ഔട്ട്ലൈൻ വൃത്തിയായിട്ട് കാണാനായിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി സിഗ്സാഗ് സ്റ്റിച്ച് മാക്സിമം വിഡ്ത്തിൽ സെലക്ട് ചെയ്യാം. വരച്ചിരിക്കുന്ന ഈ സർക്കിൾ ഇന്നർ സർക്കിളായിട്ട് വരത്തക്ക രീതിയിൽ സ്റ്റിച്ച് ചെയ്തു പോകാം. ലെഫ്റ്റ് സൈഡിൽ സൂചി ഇറങ്ങുമ്പോഴെപ്പോഴും അത് സർക്കിളിൽ തന്നെ ആയിരിക്കാൻ ശ്രദ്ധയോടെ ചെയ്ത് മുന്നോട്ട് പോകാം. കൂടാതെ ഔട്ടർ സർക്കിളിലേക്ക് വരുന്ന സ്റ്റിച്ച് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ സ്റ്റിച്ചിങ്ങിന് പെർപെൻഡിക്കുലർ ആകാൻ വേണ്ടി നമ്മളിങ്ങനെ ഹൂപ്പ് നീക്കി കൊടുത്ത് പെർപെൻഡിക്കുലറായി വരത്തക്ക രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് പോകാം. ഈ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ഇൻസൈഡ് സർക്കിൾ കൃത്യമായിട്ട് സൂചി അവിടെ വീഴുന്നുണ്ടോ എന്ന് നോക്കി ഉറപ്പാക്കിയാൽ ഔട്ട്സൈഡ് സർക്കിളും നമുക്ക് കൃത്യമായിട്ട് തന്നെ കിട്ടും. രണ്ടാമത്തെ സർക്കിൾ ചെയ്യുമ്പോൾ ഞാൻ ഔട്ട്ലൈൻ റണ്ണിങ് സ്റ്റിച്ചിൽ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഔട്ട്ലൈൻ റണ്ണിങ് സ്റ്റിച്ചിൽ ചെയ്തതിന് ശേഷം ചെയ്യാം. റണ്ണിങ് സ്റ്റിച്ചിൽ ചെയ്തില്ലെങ്കിലും ഇത് തയ്ച്ച് എടുക്കുന്നതിന് പ്രയാസമില്ല. ആദ്യം ഞാൻ ഔട്ട്ലൈൻ റണ്ണിങ് സ്റ്റിച്ചിൽ ചെയ്തത് അത് വൃത്തിയായി കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വൃത്തിയായി കാണണമെന്നുണ്ടെങ്കിൽ റണ്ണിങ് സ്റ്റിച്ചിൽ ഔട്ട്ലൈൻ ചെയ്തതിന് ശേഷം ചെയ്യും. ഇനി സിഗ്സാഗ് സ്റ്റിച്ച് സെലക്ട് ചെയ്ത് മാക്സിമം വിഡ്ത്തിലിടാം. സ്റ്റിച്ച് സെലക്ട് ചെയ്ത് വിഡ്ത്ത് മാറ്റുന്നതെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഞാൻ പഴയ വീഡിയോയിലൊക്കെ അത് ചെയ്തിട്ടുണ്ട്. വീണ്ടും അത് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് കരുതിയാണ് അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. ഈ രീതിയിൽ സർക്കിൾ ചെയ്യുമ്പോൾ ഹൂപ്പ് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നില്ല. ഹൂപ്പ് ഒരേ രീതിയിൽ തന്നെ പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് പോകാം. ഇതിൽ ഞാൻ ഹൂപ്പൊട്ടും തന്നെ ഇങ്ങനെ തിരിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് സർക്കിൾ കറക്റ്റായി വന്നെങ്കിലും ഇതിൻ്റെ മുകൾ വശവും താഴെ വശവും വീതി കുറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഔട്ടർ സർക്കിൾ എപ്പോഴും കുറച്ച് ചുരുങ്ങി ഒരു ഓവൽ ഷേപ്പ് പോലെ ചെറിയൊരു ഓവൽ ഷേപ്പിലാണ് ഉണ്ടായിരിക്കുക. അടുത്തത് മൂന്നാമത്തെ രീതി നോക്കാം. ഇവിടെ എത്തിയപ്പോൾ വീതി കുറവാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഈ മുകൾ ഭാഗത്തും സർക്കിൾ ചെയ്ത് കഴിഞ്ഞു. ഇനി എല്ലാ വശങ്ങളും ഒരുപോലെ വീതി വരത്തക്ക രീതിയിൽ തയ്ക്കാം. വീതി കുറഞ്ഞ ഭാഗം തുടങ്ങുമ്പോൾ ഇതുപോലെ കുറച്ച് കയറ്റി തയ്ക്കാം. ഈ സർക്കിളിൽ ഞാൻ എല്ലാ വശങ്ങളും ഒരേപോലെ വരുന്നതിന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തയ്ച്ചിരിക്കുന്നത്. ഇതാണ് കറക്റ്റ് സർക്കിൾ നമുക്ക് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ തിരിച്ചാണ് തയ്ക്കുന്നത്. സർക്കിൾ ഈസി ആയിട്ട് തയ്ച്ചെടുക്കാനുള്ള 3 രീതികളാണ് ഇത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സംശയം ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ മറുപടി നൽകുന്നതാണ്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കടന്നു വരാം. നന്ദി.